രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ക്ഷണിക്കുന്നു, പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നു. ആ ക്ഷണം സംബന്ധിച്ച കാര്യങ്ങളിൽ അതിൽ തട്ടി കോൺഗ്രസിനകത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അങ്ങനെയല്ല. ഞങ്ങളിൽ വിശ്വാസമുള്ളവർക്ക്, ശ്രീരാമനെ ഭജിക്കുന്നവർക്ക്, ശ്രീരാമനെ ധ്യാനിക്കുന്നവർക്ക് അവിടെ പോകാം, അതിൽ തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. ഇവിടെ സമസ്ത പോലെയുള്ള സംഘടനകൾ, മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കകത്ത് CPIM-ഉം CPI-യും മമതയും RJD-യും JDU-യും ഒക്കെ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുമ്പോഴും വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങളുള്ള ജനാധിപത്യ സംവിധാനമായ കോൺഗ്രസിനകത്ത് ഒരു വിലക്കും വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. ഇത് BJP-യുടെ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തെ തകിടം മറിക്കുന്നതാണോ? ഗോപിയുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അങ്ങ് മറന്നുപോയിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഭാഗം, BJP-യുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ ഭാഗം അല്ലല്ല, ഞാൻ പറഞ്ഞത് തുടങ്ങിയ ഭാഗം. അതായത് പ്രതിപക്ഷത്തെ നിങ്ങൾ ക്ഷണിച്ചത് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിൽ അങ്ങനെ ഇല്ല എന്നാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. വിശ്വാസമുള്ളവർക്ക് പോകാം, ഒന്നെങ്കിൽ വിട്ടുനിന്നാലും പ്രശ്നം, പോയാലും പ്രശ്നം, അതെല്ലാം രാഷ്ട്രീയമായി BJP-ക്ക് ഗുണം ചെയ്യുന്നത് BJP-യുടെ അജണ്ടയാണ്. ഗോപിയുടെ ചോദ്യം പിശകാണ്. എനിക്ക് ആവശ്യമുള്ള ആർക്ക് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു. അല്ല, ഒരു മിനിറ്റ് ശ്രീ രാജേഷ്, എന്താണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, എന്താണ് BJP-ക്ക് എന്താ കാര്യം ഇതിന്റെ അകത്ത്? BJP എന്തിനാ ഇൻവൈറ്റ് ചെയ്യുന്നത്? അതാ ട്രസ്റ്റ് അല്ലേ? ശരി, ശ്രീ VV രാജേഷ്. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ശരി ഗോപി, അതായത് ഗോപിയുടെ ചോദ്യത്തെയാണ് ഞാൻ അത്ഭുതത്തോടെ കാണുന്നത്. അതായത് ശ്രീരാമ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ഈ രാജ്യത്തെ പൊതുരംഗത്ത് നിൽക്കുന്നവരെയും അതോടൊപ്പം തന്നെ മറ്റു പ്രമുഖ വ്യക്തികളെയും, കുറച്ചു പേർക്ക് മാത്രമേ ആ ദിവസം അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതിലേക്ക് ക്ഷണിക്കുന്നു. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് ആശയക്കുഴപ്പം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ധരിച്ചിരുന്നതെങ്കിൽ അത് മാറിപ്പോയി, തെറ്റിപ്പോയെന്നെന്തിനാണ് നിങ്ങൾ എൻ്റെ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, തെറ്റിപ്പോയോന്ന് ഞാൻ ചോദിച്ചത്. കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിച്ചു. എന്തിനാ അങ്ങനെ ഒരു നെഗറ്റീവ് ടോക്കിലേക്ക് പോകുന്നത്? ഒരു കോടതി വിധിയുടെ ഞാനൊരു കാര്യം പറയാം ഗോപി. ഇതിൽ ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ട് ഒരു അക്ഷരം സംസാരിച്ചില്ല. ഇതിൽ BJP ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇത് ഒരു ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റാണ്. BJPക്ക് ഇതിൽ യാതൊരു റോളുമില്ല. ഗവൺമെൻറ് അല്ല ക്ഷേത്രം പണിയുന്നത്. ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റ് അതിൻ്റെ ധനസമാഹരണമൊക്കെ നടത്തി രാജ്യത്തെ വലിയൊരു ഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 500 വർഷത്തിന് മുൻപ് തന്നെ ഉണ്ടായ ചെറുതും വലുതുമായിട്ട് ഉയർന്നു വന്ന ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി സാധൂകരിക്കുന്നു. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു ഒരു പൊതുസമൂഹത്തെ മുഴുവനും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴേക്കും ഇന്ന പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പമുണ്ടാകും എന്നൊക്കെ ധരിച്ചു എന്നുള്ള രീതിയിലൊന്നും കൊണ്ടുവരരുത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തി ഈ വിഷയം ചർച്ച ചെയ്യരുത്. ഇത് ഈ വിഷയം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കാര്യം താങ്കളോട് തന്നെയാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണ സമിതിയിൽ ആരൊക്കെയുണ്ട് അംഗങ്ങൾ? രാമക്ഷേത്ര നിർമ്മാണ സമിതിയിൽ ആരൊക്കെ അംഗങ്ങളുണ്ടെന്ന് എനിക്കും അറിയാം, താങ്കൾക്കും അറിയാം. അല്ല, എനിക്കറിയില്ല. താങ്കളൊന്ന് പറഞ്ഞു. അല്ല, ഇതിലിപ്പോ പൊളിറ്റിക്സും ഈ പാർട്ടിയൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, താങ്കളൊന്ന് സെർച്ച് ചെയ്തിട്ട് അതൊന്നും പഠിക്കാതെയാണ് ഈ ചർച്ച നടത്തുന്നത്. അല്ല, താങ്കൾക്ക് അറിയാമെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെയാണോ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം? എന്റെ വിജ്ഞാനം ഗോപി, വിജ്ഞാനം പരീക്ഷിക്കുകയല്ലോ ഈ ചർച്ച. താങ്കളൊരു കാര്യം ചെയ്യണം. എന്റെ വിജ്ഞാനം പരീക്ഷിക്കുകയല്ലോ ഈ ചർച്ച. ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനൊക്കെ താങ്കൾ വലിയ സംഭവമായിട്ട് ഇതിനകത്ത് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാണ്, ഈ ട്രസ്റ്റിൽ ആരൊക്കെയുണ്ട്? ഇത് ട്രസ്റ്റ് ആണല്ലോ ക്ഷണിച്ചതെന്നൊക്കെ പറഞ്ഞു. ട്രസ്റ്റിൽ ആരൊക്കെയുണ്ട്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇത് ക്വിസ് കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ. ഈ അയോധ്യ മൂവ്മെൻറ്റിനെ
ഒരു ഏകദേശം 1980കളുടെ അവസാനം മുതൽ തന്നെ അതിനെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിനിമം അറിവൊക്കെ തന്നെ എനിക്കുണ്ട്. താങ്കൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴേക്കും ഞാൻ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് ഇതിനെ കൂട്ടിപ്പുലർത്തേണ്ട ആവശ്യമില്ല. ഇത് സുപ്രീം കോടതിയുടെ ആവശ്യപ്രകാരം നിരവധി പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായിരുന്ന ഒരു ആവശ്യം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വിയോജിപ്പുള്ളവരുണ്ടാകാം ചില കാര്യങ്ങൾ, വിയോജിച്ചോട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുമായിട്ട്, അതായത് ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞല്ലോ, ഇത് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു തർക്കമില്ലാത്തൊരു സാഹചര്യത്തിൽ നടക്കുന്നൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റുമായിട്ട് അവർ സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിയോജിപ്പുള്ളവരുണ്ട്, ആ പാർട്ടിക്കകത്ത് ചിലപ്പോൾ ഉണ്ടാകാം, പുറത്തുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും വരാൻ പോകുന്ന ദിവസങ്ങൾ തിരുത്തണമെന്നാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഇസ്ലാമിക ആരാധനാലയം എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാകണമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി നമ്മളെല്ലാവരും ഒരുമിച്ച് അവർ ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ ആ ആരാധനാലയത്തിൻ്റെയും ആരാധനക്രമങ്ങൾ തുടങ്ങാൻ സഹകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇവിടെ BJP രാഷ്ട്രീയത്തിന് യാതൊരു പ്രസക്തിയും ഞാൻ കാണുന്നില്ല. BJPയുടെ മാത്രം സ്വത്തല്ല, BJPയുടെ മാത്രം പരിശ്രമം കൊണ്ടാണ് ഇത് സാക്ഷാത്കരിക്കുന്നതെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. അതിൽ പണം കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ, ആ ട്രസ്റ്റിൻ്റെ ആഹ്വാനപ്രകാരം പണം കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ ക്രൈസ്തവ സഹോദരന്മാരുണ്ട്, ഇസ്ലാമിക സഹോദരന്മാരുണ്ട്, ഈശ്വരവിശ്വാസം ഇല്ലാത്തവരുണ്ട്. അവരൊക്കെ ഉണ്ട്. 3000-4000 കോടി രൂപയാണ് ഒരാഴ്ച കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് ലോകത്തിന് മുന്നിൽ തന്നെ ഇപ്പം നമ്മൾ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഉപഗ്രഹം അയക്കുന്നു, കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ച് ലോകരാഷ്ട്രങ്ങൾ, നമ്മൾ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയിട്ടല്ലോ ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് ഇന്ത്യ സാമ്പത്തികമായി എന്റെ ഒരു ചോദ്യം, താങ്കൾ ഇത്രയൊക്കെ പ്രകോപിപ്പിച്ചതുകൊണ്ടും താങ്കൾ ഇതൊരു ക്വിസ് കോമ്പറ്റീഷൻ ആണോ, താങ്കളുടെ വിജ്ഞാനം പരിശോധിക്കാനാണോ? ഇതാദ്യമായിട്ടല്ലോ ഞാനും വി രാജേഷും ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ ഇത്രയും പ്രകോപിതനാകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരു ചോദ്യത്തിന് ഞാൻ പറയാം കാരണം രാമക്ഷേത്ര നിർമ്മാണ സമിതി പറഞ്ഞിരിക്കുന്നത് എന്താണ് CB രാജേഷ്? ഇത് സ്വാതന്ത്ര്യ സമരം പോലെ പ്രധാനപ്പെട്ടതാണെന്നാണ്. എന്താണ് മീനാക്ഷി ലേഖി പറഞ്ഞത്? ഇൻവിറ്റേഷൻ ഈസ് സെന്റ് ടു ഓൾ ബട്ട് ഓൺലി ദോസ് കോൾഡ് ബൈ ലോർഡ് രാമ വിൽ കം. എല്ലാവർക്കും ക്ഷണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ദൈവം നിശ്ചയിക്കുന്ന ആളുകൾ വരുമെന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഈ രാമക്ഷേത്ര നിർമ്മാണ സമിതിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഇത്രയധികം ചൊടിക്കുന്നത്? താങ്കൾ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? താങ്കൾ എന്തിനാണ് വിജ്ഞാനം പരീക്ഷിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നത്? ഇങ്ങനെയാണോ, ഈ രീതിയിലാണോ വി രാജേഷ് ഒരു ചർച്ചയിൽ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്? കഴിഞ്ഞോ ഗോപികൃഷ്ണൻ? തൽക്കാലം ഞാൻ പ്രകോപനനായിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. ഞാൻ പ്രകോപനായിട്ടില്ല. താങ്കൾ എന്നെ പ്രകോപനാക്കാൻ ശ്രമിക്കുകയും വേണ്ട. അതോ ഞാൻ പിന്നെ എന്നോട് ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒരു സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോ ചോദിക്കുന്ന പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ക്വിസ് കോമ്പറ്റീഷനാണെന്ന്. ഗോപികൃഷ്ണൻ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും ആ ട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോപികൃഷ്ണൻ അത് പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഗോപികൃഷ്ണൻ അത് സെർച്ച് ചെയ്തിട്ട് പറയുക. എനിക്ക് കൃത്യമായിട്ട് പറയേണ്ട പോയിന്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പ്രകോപനമൊന്നും ആവുന്ന പ്രശ്നമേ ഇല്ല ഈ വിഷയത്തിൽ പല നേതാക്കന്മാരും പല സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്, ഞാൻ ആ നിലപാട് പറയാനാണല്ലോ ഞാൻ വ്യക്തിപരമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം, ഇത് രാജ്യത്തിൻ്റെ മുഴുവനും ആവശ്യമാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഭാഗത്തു നിന്നുള്ള സംസാരവും അവരുടെ ഇതുവരെയുള്ള ഒഫീഷ്യൽ KC വേണുഗോപാൽ കുറച്ചുകൂടി കാത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഞാൻ മനസ്സിലാക്കുന്നത് അതുമായിട്ട് സഹകരിക്കാൻ അവർ പരമാവധി ആൾക്കാർ അല്ലെങ്കിൽ പോകാൻ പറ്റുന്നവർ പോകണം എന്നാണ് തീരുമാനിച്ചത്. വളരെ നല്ല തീരുമാനമാണ്. BJPയുടെ മാത്രം പ്രവർത്തനം കൊണ്ടൊന്നുമല്ല, BJPയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, അവരും യത്നിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ഇടപെടൽ കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇത് രാജ്യത്തിന് ഒരു മാതൃകയാണ്. ഇസ്ലാമിക ആരാധനാലയം ഉൾപ്പെടെ ഈ രീതിയിൽ പണി പൂർത്തിയായി നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഇന്ത്യയുടെ ഒരുപാട് മുന്നേറ്റങ്ങൾ വിജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമവായത്തിൻ്റെയും നമ്മുടെ കരുത്തിൻ്റെയും നമ്മുടെ മര്യാദയുടെയും നീതിയുടെയും ഒക്കെ തന്നെ പ്രതീകമായിട്ടാണ് ആ ക്ഷേത്രം അവിടെ നിലനിൽക്കേണ്ടത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഗോപിയാണ് പ്രകോപിതനാകുന്നത്, ഞാൻ ഒരിക്കലും പ്രകോപിതനാകില്ല ഈ വിഷയത്തിൽ, ഒരിക്കലും. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾ പറയുന്നത്